സാമ്പത്തിക പരാധീനതകൾ ഒരു വധുവിൻ്റെയും വിവാഹ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മണ്ണാർക്കാട്ടെ വസ്ത്രശേഖരണ കൂട്ടായ്മ ശ്രദ്ധേയമാവുകയാണ്. മണ്ണാർക്കാട് കോട്ടോപ്പാടത്തെ കൈത്താങ് കൂട്ടായ്മയാണ് നിർധന കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത്. മറ്റന്നാൾ എൻ്റെ മോളുടെ കല്യാണമാണ്. അവൾക്ക് ഉടുക്കാനുള്ള കുപ്പായം പോലും വാങ്ങിയിട്ടില്ല. ഒരു വർഷം മുൻപ് കൈത്താങ് സംഘടനയെ തേടിയെത്തിയ ഫോൺ കോളിലെ വാക്കുകളായിരുന്നു ഇത്. അന്ന് 13,000 രൂപ സ്വരൂപിച്ച് വധുവിന് കൂട്ടായ്മ വിവാഹവസ്ത്രം വാങ്ങി നൽകി. ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഉള്ളിലൊതുക്കുന്ന മണവാട്ടിമാർ ഇനിയുമേറെയുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് കൂട്ടായ്മ വസ്ത്രശേഖരണ പദ്ധതി ആരംഭിച്ചത്. ദിവസം ഒരു 2 മണിക്കൂർ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കി കളയുന്ന അലമാരയിൽ വെക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായിട്ട് കൊണ്ടു നടക്കാൻ അത് പറ്റൂല, നമുക്ക് ഇങ്ങനത്തെ ഇതിന് രൂപം കൊടുത്തൂടെ എന്ന് നമ്മൾ തോന്നിയതിന് ശേഷമാണ് ഇങ്ങനെ ഞങ്ങൾക്കൊരു ആശയം ഉദിച്ചു വന്നതും. ഒരു 6 മാസം മുമ്പ് നമ്മുടെ സംസുദ്ദീൻ MLA കയ്യിൽ നിന്ന് ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങി ഞങ്ങളിത് ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഈ അറിയപ്പെട്ട് കുറേ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ അറിയപ്പെട്ട് കുറേശ്ശെ ഞങ്ങൾക്ക് വന്നു തുടങ്ങി, ഡ്രസ്സുകൾ വന്നു തുടങ്ങി. ഒറ്റത്തവണ ഉപയോഗിച്ച കേടുപാടുകളില്ലാത്ത വസ്ത്രങ്ങൾ നിരവധി പേർ ഇപ്പോൾ കൂട്ടായ്മയെ ഏൽപ്പിക്കുന്നു. ഇതുവരെ 22ഓളം പെൺകുട്ടികൾക്ക് സൗജന്യമായി വിവാഹ വസ്ത്രം കൂട്ടായ്മ നൽകി കഴിഞ്ഞു. നമ്മളുടെ ഈ പാലക്കാട് ജില്ലയുടെ കോട്ടോപ്പാടം പഞ്ചായത്ത്, അതുപോലെ തന്നെ അലനല്ലൂര്, ഇങ്ങനെ മണ്ണാർക്കാട് ഭാഗത്തു നിന്നൊക്കെ 22 ഫാമിലി ഇപ്പം നിലവിൽ കൊണ്ടുപോയി. ഏതു മതത്തിൽപ്പെട്ടവരായാലും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഇപ്പോൾ കൈത്താങ് കൂട്ടായ്മയുടെ ശേഖരത്തിലുണ്ട്. വസ്ത്രം നൽകാൻ തയ്യാറുള്ളവർ എവിടെയാണെങ്കിലും കൂട്ടായ്മയിലെ അംഗങ്ങൾ നേരിട്ടെത്തി വസ്ത്രം ശേഖരിക്കും. 4 ദിവസം മുമ്പ് നമുക്ക് ബ്രോടെക് എന്ന് പറയുന്ന അക്കാദമി, അവരാണ് ശരിക്കും നമുക്കൊരു കുറച്ചൊരു 4-5 ദിവസമായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അതിലുള്ള കുട്ടികളും അവിടുത്തെ പ്രിൻസിപ്പാളും ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ 1-2 ഡ്രസ്സേ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് 23 കൂട്ടം ഡ്രസ്സാണെന്ന് തോന്നുന്നുണ്ടെന്ന് അവർ നമുക്ക് തരുന്നുണ്ടായി. അപ്പോൾ ആ കുട്ടികളെന്നാന്ന് പറയുകയുണ്ടായി, ചില വീട്ടുകളിൽ ചെല്ലുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഓർമ്മേനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് കഴിയുന്നുണ്ട്, പക്ഷേ കഴിയാത്ത കുറേ പാവങ്ങൾ. കാരണം ഗുണ്ടലക്കാട് ഭാഗം മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ താഴെ നിൽക്കുന്ന ഒരു പ്രദേശമൊക്കെയാണ് ഞങ്ങളുടെ ഈ ഭാഗം. ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന, പിന്നീട് ഒരിക്കലും പ്രയോജനപ്പെടാത്ത വസ്ത്രങ്ങൾ അത് ആഗ്രഹിക്കുന്ന കുറേ പേർക്ക് എത്തിച്ചു നൽകി മനുഷ്യത്വം മരിച്ചിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ കുറേ മനുഷ്യർ. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. മണ്ണാർക്കാട് കോട്ടോപ്പാടത്തെ കൈത്താങ് കൂട്ടായ്മ എങ്ങനെയാണ് നിർധന കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത് എന്നത് നമ്മൾ കണ്ടല്ലോ. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട, വലിയ പ്രതീക്ഷ നൽകുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണത്. ആ കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. അവർ കൂടുതൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിവുണ്ടാകട്ടെ, കരുത്ത് കിട്ടട്ടെ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.